ആത്മനമസ്തേ. കമ്മ്യൂണിക്കേഷൻ, ഞാൻ എന്താണോ സംസാരിക്കുന്നത് അതേ വ്യാപ്തിയിൽ, അതേ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള വോയിസ് മോഡുലേഷൻസ് നമുക്കുണ്ട്. ഓരോരുത്തടുത്ത് നമുക്ക് ഏത് ടോണിൽ സംസാരിച്ചാൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ആകും എന്നുള്ളത് നമ്മൾക്ക് വളരെ നന്നായിട്ട് നമ്മൾ അവെയർഡാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന അതേ വോയിസ് മോഡുലേഷൻ ആയിരിക്കത്തില്ല ഒരു കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി അമ്മയടുത്ത് സംസാരിക്കുന്നത്. ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മളൊരു ടീച്ചറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, ഒരു മെൻറ്റർ, ഗൈഡ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്. ഓരോ ഫ്രണ്ട്സിനും നമ്മളുടെ വോയിസ് മോഡുലേഷൻ മാറും. അവരുടെ അടുത്ത് എങ്ങനെ പറഞ്ഞാൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടും അറിയാം, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇനി അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഷ. യൂണിവേഴ്സിന് മനസ്സിലാവുന്നത് ഹയർ ഫ്രീക്വൻസിയുടെ ലാംഗ്വേജ് മാത്രമാണ്. നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരും, പക്ഷേ ആ ഒരു ഫ്രീക്വൻസിയിൽ എത്തണം. സോ അതിന് നമ്മൾ മോർ യു ഡു ദ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്സ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നമ്മൾ ജേർണൽ ചെയ്യാം, എന്തിനും ആ ഒരു നന്ദി ഉള്ളതാവുക. ബിക്കോസ് നമുക്ക് യൂണിവേഴ്സ് അൺകണ്ടീഷണൽ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ലവിങ് പാരൻറ്റ്. നമ്മുടെ ഒരു പാരൻറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് അതെല്ലാം തിരിച്ചെടുക്കപ്പെടും. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ പോലും ചോദിക്കാതെ ഇങ്ങനെ സർപ്രൈസസ് തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഗിഫ്റ്റുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് അതിനകത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. ഇപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഇപ്പോൾ ഒരു ഷർട്ട് എടുത്ത് തന്നിരിക്കട്ടെ. നിങ്ങളപ്പോൾ പറയുക, ഇതിൻ്റെ ടെക്സ്ചർ, ആ ഒരു തുണിയുടെ ക്വാളിറ്റി അത് വളരെ മോശം, ഈ കളർ എനിക്ക് സൂട്ടാവത്തില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം, പിന്നെ എന്തിനാണ് അവന് ഇതെനിക്ക് എടുത്തു തന്നെ. ഇതേപോലെ ഒരു തൃപ്തിയില്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ കിട്ടുമ്പോഴത്തേക്ക് ഇതിന് തൃപ്തിയില്ല. ആ വിശപ്പിനെ അല്ല അപ്പോൾ ആലോചിക്കുക, ആ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പല പ്രാവശ്യം ആകുമ്പം ബീയിങ് എ ബെസ്റ്റ് ഫ്രണ്ട്, ഓർ അത് നിങ്ങളുടെ പാരൻറ്റോ ആയിക്കോട്ടെ. ഇപ്പോൾ അമ്മ നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാതെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തിക്കുക പോലും ഇല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എന്താ ഇത്, എനിക്ക് ഈ സമയത്താണോ ഇത് കൊണ്ടുവെക്കുന്നത്, ഈ തരത്തിൽ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ അത് അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇവന് കൊടുത്തിട്ട് കാര്യമില്ല, ഇവന് ഈ കുറ്റം പറയുന്നത് കേൾക്കാനല്ലേ. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സും. നമുക്ക് ഗിഫ്റ്റുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ചോദിക്കുമ്പോൾ അതിന് ഇരട്ടിയായിട്ട് തന്നെ തരുന്നുണ്ട്. അത് കിട്ടുമ്പോഴും നമ്മൾക്ക് നന്ദി പറയാൻ പറ്റുന്നില്ല. നമ്മളപ്പോഴും നമ്മൾ ആ സഫറിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിതിൽ തൃപ്തിയല്ല ഞാനെന്ന് കീപ്പ് ഓൺ ഇങ്ങനെ കുറ്റം, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ വൺ പോയിന്റ് യൂണിവേഴ്സ് വിൽ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ദ പാരൻറ്റ് വിൽ സ്റ്റോപ്പ് ഗിവിങ്. അതുകൊണ്ട് റിസീവിങ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ തന്നെ റിസീവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി എടുത്തില്ലെങ്കിൽ ലൈഫ് ലോങ് you will go to suffer. That is for sure. സോ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഷ മനസ്സിലാക്കുക, യൂണിവേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് 10 times അബണ്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എത്തിക്കും. സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. സോ യൂസ് ദ ലാംഗ്വേജ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ധാരാളമായി, സമൃദ്ധമായി തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകളിലും ഒക്കെയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. റേസ് യുവർ വൈബ്രേഷൻ.